2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 1957 എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന ഒരു പ്രതീതിയായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പിൻവശത്തുള്ള സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചത് ജനങ്ങളെ കൂടുതൽ വികാരഭരിതരാക്കി മാറ്റി എന്നുള്ളതാണ്. ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തുടർന്നുള്ള 5 വർഷക്കാലം ഓരോ ഘട്ടവും കടക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. 21 തുടർഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചിത്രം അതിരൂക്ഷമാവുകയാണ് ചെയ്തത്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം, പാർട്ടിയെയും എല്ലാത്തിനെയും തന്നെ അഴിമതി കൊണ്ട് മൂടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അങ്ങനെ എന്തും തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് 2016 തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നല്ലോ സത്യപ്രതിജ്ഞ. അന്ന് അവിടെ പറത്തിയ പ്രാവ് ചത്തുമലയ്ക്കുകയാണ് ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ അടുത്ത സമയം വരെയും തൊട്ടതെല്ലാം പലതരത്തിലും വിപരീതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയൻ ആരെയൊക്കെ പ്രീണിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ടറിയാം. അത് ജാതീയമായും വർഗീയമായും സാമുദായികമായും ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം, ഏത് പ്രീതിപ്പെടുത്തിയാൽ അത് വോട്ടായി മാറും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും പ്രീണനം കൊണ്ട് പലരെയും വീർപ്പ് മുട്ടിക്കുകയും ചെയ്യും. ഏറ്റവും ഒടുവിലായിട്ടിതാ കഴിഞ്ഞ ദിവസം NGO യൂണിയന്റെ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് നടത്തും. ജീവനക്കാരുടെ കാര്യത്തിൽ LDF സർക്കാരിന് എല്ലാ കാലത്തും കൃത്യമായ സമീപനമാണുള്ളത് എന്ന്. അതെ, ഇത് LDF മാത്രമല്ല ജീവനക്കാരുടെ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചിട്ടുള്ളത്, UDFിൻ്റെ കാലത്തും കാണിച്ചിട്ടുണ്ട്. കാരണം ഈ സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് കേരളത്തിൽ മാറി മാറി വരുന്ന മുന്നണികളുടെ ഒരു പൊതു സ്വഭാവമാണ്. സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റി അവരെ അമ്പലക്കാളകളെ പോലെ ആക്കി തീർത്തു കഴിഞ്ഞാൽ മുഴുവൻ വോട്ടും ഏതാണ്ട് 8 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടക്കമുണ്ട്. ഇവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ വോട്ട് സമാഹരിക്കാം എന്നുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണുള്ളത്. നോക്കണം, നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തല സമയത്താണ്. 2021 പിണറായി വിജയൻ ഇറങ്ങുന്നതിന് മുമ്പ് ശമ്പള കമ്മീഷനെ വെച്ചു. അന്ന് കോവിഡ് സമയത്ത് പല പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരടക്കം പറഞ്ഞത് കോവിഡ് കാലത്താണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്, ശമ്പള പരിഷ്കരണം നീട്ടിവെക്കുക. ഇല്ല, ആ സമയത്ത് പോലും കടം കൊണ്ട് നട്ടം തിരിയുന്ന ആ അവസ്ഥയിൽ പോലും ശമ്പള കമ്മീഷനെ വെച്ചു എന്നുള്ളതാണ്. ഈ സർക്കാർ ജീവനക്കാർ കോവിഡ് കാലത്ത് പലർക്കും പല ജോലി സ്ഥലങ്ങളിലും പോകാൻ പോലും കഴിയുന്നില്ല. സർക്കാർ ജീവനക്കാർക്കാണ് കോവിഡ് പോകരുത് എന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗമാണ് അവർ. കാരണം അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്. അവരവരുടെ വാഹനത്തിൽ ഇന്ധനവും നിറച്ച് ഓഫീസുകളിലേക്ക് പോകണ്ട, വീട്ടിൽ തിന്നു കൊഴുത്ത് മതിച്ചു കിടക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നു സർക്കാർ ജീവനക്കാർക്ക്. അവർക്കാണ് പിന്നെ ഈ ശമ്പള കമ്മീഷനെ വെച്ച് വീണ്ടും അവരുടെ തലയിൽ കൂടി ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. പണ്ട് ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട് 10 വർഷത്തിൽ ഒരിക്കൽ മതി ശമ്പള കമ്മീഷൻ എന്ന്. അതാണ് അതിൻ്റെ കേന്ദ്രത്തിൻ്റെ രീതിയാണത്. അതുപോലെ തന്നെ മതി എന്ന് പറയും. ഇല്ല, ഇവിടെ 5 വർഷം കഴിയും തോറും കൊടുത്തുകൊണ്ടേയിരിക്കും. കൊടുത്ത് ഖജനാവ് മുടിപ്പിക്കും. ഇപ്പോൾ തന്നെ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിൽ പിണറായി വിജയൻ ചോദിച്ചത്, ആര് പറഞ്ഞു കേരളം കടക്കെണിയിലാണ് എന്നാണ് ചോദിച്ചത്. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എത്രയോ ലക്ഷം കോടിയുടെ കടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് കേരളം.
ഇത് 2021 തുടങ്ങിയതല്ല, 2016 മുതൽ തുടങ്ങിയതാണ്. അന്ന് വലിയ ധനകാര്യ വിദഗ്ധനായ തോമസ് ഐസക് ഇരിക്കുന്ന കാലം മുതൽ തന്നെ തുടങ്ങിയാണ്. പല പല പദ്ധതികളും കൊണ്ടുവന്ന് സർക്കാരിനെ കുളിപ്പിച്ച് കിടത്തുകയാണ്. ഇപ്പോൾ പറയുകയാണ് ആര് പറഞ്ഞു കടക്കെണിയിലാണ് എന്ന്. ഇടയ്ക്ക് എന്താണ് ഇവർ തന്നെയാണ് പറഞ്ഞത്, കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നും പറഞ്ഞ്. എന്നിട്ട് കേന്ദ്രത്തിനെതിരെ സമരം എവിടെ? രാജ്ഭവന്റെ മുമ്പിൽ. അങ്ങനെ എല്ലാ തരത്തിലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇപ്പോൾ ഇതാ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ വലിയ കൃത്യതയോടുകൂടി, എത്ര ശുഷ്കാന്തി. ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ടല്ലേ മറിയക്കുട്ടിക്ക് പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നത്? ആ മറിയക്കുട്ടിയെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? നിങ്ങളുടെ പത്രമായ ദേശാഭിമാനിയിലൂടെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? ആ മറിയക്കുട്ടി ഇന്ന് BJP-യിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. എത്ര കാലമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു? കഴിഞ്ഞ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തു. എന്തിനു വേണ്ടി? വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ചില നീക്കമാണ് എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന വകയ്ക്ക് കൊള്ളാത്ത കുറച്ച് പുങ്കവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ ഒരു ചോദ്യവും അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര കാര്യങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള വടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്? എന്തെങ്കിലും ഇവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കോൺഗ്രസ്സുകാർക്ക് നാവനക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അലക്കി തേച്ച് വെളുപ്പിച്ച് സുമുഖന്മാരായി ടമൂൽ ബേബികളെ പോലെ നടക്കുമല്ലോ. എന്ത് പറയാൻ കഴിയും ഇവർക്ക് സർക്കാരിനെതിരെ? കേന്ദ്രത്തിനെതിരെ നോക്കി ഫാസിസം, ഭരണകൂട ഭീകരത, മണ്ണാങ്കട്ട എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമല്ലോ. ഇവർക്ക് തരൂരിനെതിരെ വാചക കസർത്ത് നടത്താൻ കഴിയുമല്ലോ. ശമ്പള കമ്മീഷൻ ഇപ്പൊ എത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് ഇവർ കൊടുക്കുന്നത്? സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതായിട്ട് എത്ര കാലമായി? സബ്സിഡി സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, സപ്ലൈകോ ഉപയോഗിക്കുന്നത് ആരാണ്? സാധാരണക്കാരിലും താഴെയുള്ളവർ. അവരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരാണ്. അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. 2016 LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ കൊടുത്ത ആ പ്രകടന പത്രികയിൽ പറഞ്ഞത് 2500 രൂപയാക്കി ഞങ്ങൾ ക്ഷേമ പെൻഷൻ എന്ന്. എത്ര കൂട്ടി? 100 രൂപ കൂട്ടി. യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര വിഹിതം കൂട്ടിക്കൊടുത്താലും അത് മാർക്കറ്റിലേക്ക് വരുത്തില്ല. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ താഴെയുള്ളവർ കൈപ്പറ്റുന്നതാണ്. അവർക്ക് 100 രൂപ കൂട്ടിക്കൊടുത്താൽ ആ 100 രൂപയും മാർക്കറ്റിലെത്തും. നമ്മുടെ വിപണി ഉണരും. അത് മനസ്സിലാക്കാനായിട്ട് ഈ ഇടതുപക്ഷത്തുള്ള സാമ്പത്തിക വിദഗ്ധന്മാർക്ക് കഴിയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുക, അമ്പലക്കാളകളെ പോലെ ഇങ്ങനെ വിടുക, അതാ ചെയ്യുന്നത്. 2016 അധികാരമേറ്റപ്പോൾ പറഞ്ഞെന്താണ്? ഓരോ ഫയലിലും ഓരോ ജീവിതം ഇറങ്ങുന്നു എന്നുള്ളത്. സാധാരണക്കാരൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയാതെ സർക്കാർ ജീവനക്കാരെ മാത്രം സംരക്ഷിച്ചു വോട്ട് ബാങ്ക് അത് മുഴുവൻ ശേഖരിക്കുന്ന ഒരു രീതിയിലേക്കാണ് LDF ആയാലും ഇനിയും UDF വന്നാലും 5 വർഷം കഴിയുമ്പോൾ ഈ ശമ്പള കമ്മീഷൻ തുടർന്നു കൊണ്ടേയിരിക്കും.